നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ വേദയും കൊണ്ട് നെട്ടയത്തുനിന്ന് വന്നു. 3 ദിവസം കൊണ്ട് ഈ ഡ്രസ്സാണോ നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാൻ രാവിലെ അവിടെ നിന്ന് വന്നിട്ട് എനിക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ട്രെഡ്മില്ലിൽ കുറച്ചൊരു അരമണിക്കൂറത്തെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞ് അതേ വേഷത്തിൽ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ സാധനം എടുത്തില്ലേ, നമ്മുടെ പാലാഴിയുടെ മുഖലേപ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനും വേദയും ഇതും പിന്നെ എനിക്ക് അവർ തന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നവര ഫേഷ്യലാട്ടോ, അവരുടെ മുഖലേപ്യം നവര ഫേഷ്യൽ, പിന്നെ ഒരു ഫുൾ ബോഡി സ്ക്രബ്ബറുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ നമ്മുടെ നവര ഫേഷ്യലിടും, ഒരു ദിവസം ഈ ഒരു മുഖലേപ്യം ഇടും. ഇത് സ്ക്രബ്ബറാട്ടോ, ഇതിടും. അപ്പോൾ ഓരോ ദിവസം ഇടും. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല, ഇടാനുള്ള അപ്ലൈ ചെയ്ത് കുറച്ച് സമയം നിൽക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട്, ഫേസിന് നല്ല ഗ്ലോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഏട്ടനില്ല, അതുകൊണ്ട് ഞാനിതൊന്നും കുക്ക് ചെയ്യുന്നില്ല. രാവിലെ വേദയ്ക്ക് അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ചോറും തൈരും ഒക്കെ കൊണ്ടുവന്നു, അത് കൊടുത്തു വിട്ടു. അതുകൊണ്ട് ഞാനിന്നൊന്നും കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന്. സമയം കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി, കുറേ കൊറിയേഴ്സ് ഉണ്ട് അയക്കാനായിട്ട്, അത് അയക്കണം. ഇന്ന് ഏട്ടനില്ല, ഏട്ടനെന്തോ ബിസി ആയിട്ട് ഏട്ടൻ എവിടെ പോയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം എൻ്റെ തലയിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് അടുക്കി പറക്കലൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ കുളിക്കാൻ, അതായത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകാൻ വന്ന സമയം മുതൽ നിൽക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ കിടന്നു, അതിനെയൊക്കെ കഴുകി വൃത്തിയാക്കി, കഴുകിയിരുന്നതിനൊക്കെ പിടക്കി അടുക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു സലാഡ് ഉണ്ടാക്കി, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിവിടെ ബാക്കിലൊന്ന് ഗ്രില്ല് ചെയ്യാനൊരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പഴയ ഷാജി ചേട്ടനില്ലേ, ഷാജി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാജി ചേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വർക്കൗട്ടിന് കയറിയ ഷാജി ചേട്ടൻ വന്നാൽ എനിക്ക് എൻ്റെ പിന്നെ വർക്കൗട്ട് ക്യാൻസലാവും. അതുകൊണ്ട് ഞാൻ കരുതി ചേട്ടൻ വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഈ സാധനം എടുത്ത് ഫേസിലിട്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫേസിലിട്ടിട്ട് എനിക്ക് ചെറിയൊരു എഡിറ്റിംഗ് പരിപാടിയുണ്ട്. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കവറിൽ പാക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് സാധനമല്ല, ഞാൻ എല്ലാം കൂടി എൻ്റെ ജ്വല്ലറീസും കാര്യങ്ങളും എല്ലാം കൂടി ഒരു ബാഗിനകത്ത് ഇട്ടേക്കാം കേട്ടോ. അതെല്ലാം കൂടി ഞാൻ നാളെ നോക്കിയപ്പോൾ, നാളെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജ്വല്ലറി നോക്കിയപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാകും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഓർഗനൈസർ കുഞ്ഞു പാക്കറ്റ് കവർ പോലത്തത് വാങ്ങി. അപ്പോൾ അതെല്ലാം പറക്കി ഒന്നിലാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇത് ആ മുഖലേപ്യവും പാലും കൂടി മിക്സ് ചെയ്ത് ഫേസിൽ തേക്കാണ്. പാലാഴിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ തന്നേക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്പറിൽ വിളിച്ചാൽ ഇത് അവർ എവിടെ വേണോ എത്തിച്ച് തരും കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടുള്ള സാധനം. അതിപ്പോൾ ചീമയുടെ ഫേസിൽ യൂസ് ചെയ്ത റിസൾട്ട് കണ്ടത് കൊണ്ടാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനും വേദയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേദ തേക്കത്തില്ല, ഞാൻ ബഹളം വെച്ചാലേ തേക്കത്തുള്ളൂ. പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോൾ മുടങ്ങാതെ തേക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷമം. ഓക്കെ, സ്കിൻ കെയർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കൊറിയറെല്ലാം കവറിലാക്കാം. കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു 12 മണിയാകുമ്പോൾ കൊണ്ട് കൊടുക്കാൻ മതി കേട്ടോ. എന്ന് നമ്മൾ 12 മണിയൊക്കെ ആകുമ്പോഴാണ് കൊറിയർ കൊണ്ട് കൊടുക്കുന്നത്. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയില്ല. 1 2 3 6 7 8 9 10 11 12 13 14 15 16 17 18 19 പീസുണ്ട്. നമുക്ക് കുറേ ഓർഡർ വരുന്നത് ഇപ്പം അയക്കണ്ടെന്ന് പറയും കേട്ടോ. പിന്നീട് ഓണമൊക്കെ ആകുമ്പം പുറത്തുള്ളവരായിരിക്കും, അവരെ ഓർഡർ ചെയ്തിട്ട് അവർ വരുന്ന സമയം അയച്ചു കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 19 പീസാണുള്ളത് നമുക്കിന്ന് അയക്കാനായിട്ട്. നമ്മുടെ ഓണം സെറ്റിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി അവൈലബിൾ ആയിട്ടുള്ള 3 പീസിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കാണിച്ചു തരാം, ഡിസൈൻസ് കാണിച്ചു തരാം. ഇതാണ് ഒരു പീസ് കേട്ടോ. ഇതിൻ്റെ ഒറ്റൊരു പീസ് കണ്ടേ ഉള്ളൂ. ഇത് വേറൊരു പീസാണ്. ഇതിൻ്റെയും 2 പീസേ ഉള്ളൂ. ഇതിൻ്റെയും 2 പീസേ ഉള്ളൂ കേട്ടോ. ഇത്രയും മാത്രമാണ് ഇനി നമ്മൾ ഓണം സെറ്റിൻ്റെ എടുത്തത്. ബാക്കി എല്ലാം സോൾഡ് ഔട്ടാണ്. എല്ലാവരും ചോദിക്കുന്നത് മറ്റേ ആനയും കുറേ പെണ്ണുങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതാണ്. അതൊക്കെ ഇനി റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, റീസ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും, അത്ര തന്നെ. അതുകൊണ്ട് റീസ്റ്റോക്ക് ഒന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം ഡിസൈൻ തന്നെ വരുമോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അത് നടക്കത്തില്ല. ഇവിടെ നല്ലൊരു മഴ പെയ്ത് മാറി കേട്ടോ, നല്ലൊരു മഴ.
ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും, അതാണ് അവസ്ഥ. അപ്പോൾ ഇട്ടിരുന്ന ഫേസ് പാക്ക് ഞാൻ കഴുകി കളഞ്ഞേ. ഷാജി ചേട്ടൻ ഇതുവരെ വന്നില്ല. എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് എവിടെയെങ്കിലും കയറി നിൽപ്പുണ്ടാവും. അതുകൊണ്ട് ഇനി ലേറ്റ് ആവുമെന്ന് അറിയത്തില്ല. എനിക്ക് ട്രെഡ്മില്ലിൽ കയറാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ കയറിയാൽ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ കയറക്കം നടക്കത്തില്ലേ. അതുകൊണ്ടാണ് ആ ചേട്ടൻ വന്നിട്ട് കയറാമെന്നും പറഞ്ഞ് നിന്നത്. ചേട്ടൻ ഇതുവരെ വന്നതുമില്ല. ഞാനെന്താ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ആ ജുവലറി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനേ. സോ ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിയ ജുവലറി ഓർഗനൈസർ കവർ കേട്ടോ. 100 പീസോളം ഉണ്ട് ഇത്. അപ്പോൾ ജുവലറീസ് എല്ലാം സെപ്പറേറ്റ് വയ്ക്കാമെന്ന് കരുതി, കമ്മലും മാലയൊക്കെ, അല്ലെങ്കിൽ എല്ലാം കൂടി നശിച്ചു പോകും. ഇതാട്ടോ എൻ്റെ ആഭരണ ബാഗ്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഓർഗനൈസേഴ്സും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിതുപോലൊരു ബാഗ് എടുക്കും, അല്ലെങ്കിൽ ഒരു ബോക്സ് എടുക്കും, എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കും. അങ്ങനെ എത്ര ജുവലറീസ് ചീത്തയായി പോയെന്നറിയോ. അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. കവറിലൊക്കെ ഇട്ട് വയ്ക്കുക, പക്ഷെ അത് കവറൊക്കെ 1-2 പ്രാവശ്യം എടുക്കുമ്പോൾ അതങ്ങ് പൊട്ടി ചീത്തയായി പോവും. ഇതെല്ലാം കമ്മലും മാലയൊക്കെ സെപ്പറേറ്റ് ഇരിക്കുകയാണ്. ഞാൻ അന്ന് ഫോട്ടോഷൂട്ടിന് എടുത്തപ്പോഴാണ് എനിക്ക് എല്ലാം വല്ലാതെ, ഞാൻ അങ്ങനെ ഇടില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇടത്തുള്ളൂ. അപ്പോൾ എടുത്തപ്പോൾ എല്ലാം അങ്ങ് വല്ലാതെ ഇരിക്കണു. പിന്നീട് അടുത്തിടുമ്പോൾ ആ കവറും പിന്നെ ചീത്തയായി പോകുന്നു. അപ്പം ഞാൻ കരുതിയെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിയിടാം എന്ന് കരുതി. ഒരു മാലയും ഒരു കമ്മലും ഒരു കവറിൽ. അതാണ് ഞാൻ 100 പീസസോളം വാങ്ങിയത്. ഇത് കൊറിയർ വന്ന കണ്ടപ്പോൾ ഏട്ടൻ പറയും, പ്രാന്തി തന്നെ, വല്ലാത്ത സൂക്കേടുന്ന് തന്നെ, ഇത്രയും നിനക്ക് വാങ്ങിക്കേണ്ട എന്താവശ്യമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒന്നും മിണ്ടിയില്ല, കേൾക്കാത്തത് പോലെ ഇരുന്നു. ഒരു മാലയും അതിൻ്റെ കമ്മലും അതിൻ്റെ സെറ്റോടെ വെച്ചാലേ, മാത്രമല്ല നമ്മൾ ഇങ്ങനെ തപ്പുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ കിട്ടുമല്ലോ ഏതാണ് മാല എന്താണ് എന്നൊക്കെ ഉള്ളത്. ഇത് അടുക്കി തീരുമ്പോഴെങ്കിലും ഷാജേട്ടൻ വന്നാൽ മതിയായിരുന്നു. സോ ഗൈസ്, കുറേയൊക്കെ ഞാൻ വാരി ഒതുക്കിയിട്ട് ഇതുപോലെ ഒരു ചെയിനും ഒരു മാലയും ഒരു ഇതിലെ. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ. ഇതൊക്കെ എനിക്ക് കൊളാബായിട്ട് അയച്ചു തരുന്നതാണ് ഓരോരുത്തരും. കുറേയൊക്കെ എൻ്റെതാണ്, കുറച്ചൊക്കെ ആ മാലയൊക്കെ എനിക്ക് കൊളാബായിട്ട് അയച്ചു തന്നതാണ്. കുറേയൊക്കെ ചെയ്തു, കുറേയൊക്കെ ബാക്കി കുറേ കവേഴ്സ് ഉണ്ട്. പിന്നെ കുറേ പഴയത് കിടന്നു, ഞാനത് അതിൽ തന്നെ ഇട്ടു. കാരണം ഷാജേട്ടൻ വന്നു കേട്ടോ. ഇവിടെ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് നിന്ന് ഒരുപാട് ലേറ്റായി. എനിക്കിനി ട്രെഡ്മില്ലും കയറിയിട്ട് വേണം പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനായിട്ട്. വീണ്ടും കുറച്ച് 1-2 ഓർഡേഴ്സ് വന്നു, അതൊക്കെ ഞാൻ എഴുതി അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എനിക്ക് അരമണിക്കൂറത്തെ ട്രെഡ്മിൽ വർക്കൗട്ട് കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റും. കാരണം നമ്മളത് മടിച്ചാലേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഫേസ് എക്സസൈസും ട്രെഡ്മില്ലിനോടൊപ്പം അത് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ കുറച്ച് ഫേസ് എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഹെൽത്ത് എനിക്ക് നോക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം എനിക്ക് അത്രയ്ക്കും എനിക്ക് ആ ബാക്ക് പെയിനൊക്കെ വന്ന് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ അതിനി വരാതിരിക്കാനാണ് എന്തെങ്കിലും കുഞ്ഞ് എക്സസൈസ് ചെയ്യാമെന്ന് കരുതി. പിന്നെ എനിക്ക് ഫേസിൽ കുറച്ച് ഫാറ്റ് കൂടുതൽ പോലെ തോന്നിയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ഫേസ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പറയാം. പിന്നെ ഞാൻ വേറൊരു എക്സസൈസ് ഞാനിങ്ങനെ, നമുക്കറിയാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എനിക്ക് ചെറിയൊരു ഇങ്ങനെ കൂനലുണ്ട്, ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ ബെൻഡുണ്ട്. എനിക്കുമുണ്ട്, വേദയ്ക്കുമുണ്ട്, ചീമയ്ക്കുമുണ്ട്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനമാണ് ഈ ഒരു ബെൻഡ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കി ഒരു കുഞ്ഞ് എക്സസൈസ് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് എക്സസൈസ്. പക്ഷെ അത് ചെയ്യുന്നതിൽ എനിക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാവേ. ഇപ്പോൾ കുറച്ച് തിരക്കായിട്ട് നിൽക്കണ പാഴ്സലൊക്കെ കൊണ്ട് കൊടുത്ത ശേഷം അത് ഞാനത് കാണിച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കി പറക്കി കൊണ്ട് നിന്നപ്പോഴേക്കും ഷാജേട്ടൻ വന്നു, മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അടുക്കി തീരുന്നതിന് മുന്നേ വന്നു. അപ്പോൾ അത് പകുതി വഴിക്കായ കേട്ടോ. പിന്നെ ഞാനെല്ലാം കൂടി വാരി കുറച്ച് കൂടുതൽ ജ്വല്ലറീസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് പിന്നെ ദേഷ്യം വന്നു. ഷാജേട്ടൻ വന്ന് അവിടെ നിടണോ ഇവിടെ നിടണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിന്ന് കുറേ സമയം പോയി കേട്ടോ. പിന്നെ എല്ലാം കൂടി വാരി പറക്കി ആ ബാഗിനകത്തിട്ടിട്ട് വീണ്ടും തിരിച്ചങ്ങ് വെച്ച് ഞാൻ ഓർഗനൈസ് ചെയ്യാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് ഷാജേട്ടൻ അളവൊക്കെ എടുത്തിട്ട് പോകാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്നും പോസ്റ്റ് ഓഫീസിൽ കൊടുത്തേക്കാവോ, കാരണം കൊറിയറുണ്ട് നമുക്ക് അയക്കാൻ. രാവിലെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിതുവരെ കുളിക്കാൻ നനയ്ക്കുക പോലും ചെയ്തില്ല. 12-1 മണിക്ക് ശേഷം നമുക്കവിടെ കൊറിയർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് കൊടുത്തേക്കാവോ. അപ്പോൾ നമുക്ക് സ്ഥിരം പരിചയമുള്ള ആളുണ്ട്, നമ്മളെന്നും കൊടുക്കുന്നുണ്ട് അറിയാം, പുള്ളിയുടെ കൊടുത്തിരുന്നാൽ മതി, പുള്ളി സമയം കിട്ടുമ്പോൾ ചെയ്ത് വെച്ചേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോകും വഴി ഷാജേട്ടൻ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ കൊടുക്കുക. ഇത് നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയുടെ അവിടെ കേട്ടോ, ട്രെഡ്മില്ലൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ബാൽക്കണിയുടെ ഔട്ട്ഡോർ സൈഡാണ്. ഔട്ട്ഡോറിലെ ഡോറിൻ്റെ സൈഡാണേ.
നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, എൻ്റെ ഡോബി ചത്തു ഗൈസ്. ചത്തില്ല, ഡോബി ചാർജ് കയറുന്നില്ല. അങ്ങനെ ഞാൻ സർവീസ് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ആരും വന്ന് നോക്കിയില്ല, ചാർജ് കയറുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം സത്യമായിട്ടോ. നമ്മുടെ വീട്ടിലൊരാൾക്ക് വയ്യാത്ത പോലെ ഡോബി. ഞാൻ നെട്ടയത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ചീമയും അമ്മയൊക്കെ അയ്യോ ഡോബിക്ക് വയ്യാതായി, ഡോബി മരണക്കിടക്കയിൽ കിടക്കുന്നതെന്ന് പറയുന്നു. നമുക്ക് വീട്ടിലൊരാളെ പോലെ. കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ഡോബി വീട് ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പൊടി അടച്ച് തുടച്ചിട്ട് വരുമ്പോൾ എൻ്റെ പകുതി ജോലിയാണ് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഡോബി മെനിങ്ങാന്ന് ചീത്തയായി, സാറ്റർഡേ ചീത്തയായി. പിന്നെ സാറ്റർഡേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. സൺഡേ ആയതുകൊണ്ട് ആരും വരത്തില്ല. ഇന്നും എന്നെ ഇതുവരെയും ആരും വിളിച്ചിട്ടില്ല. സർവീസിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ വിളിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലല്ലോ, ഞാൻ ഷായ ചേട്ടൻ്റെ കയ്യിൽ കൊറിയറെല്ലാം കൊടുത്തു വിട്ടിട്ട് നമുക്കവിടെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്നതായതുകൊണ്ട് ബൾക്കായിട്ടുള്ളത് കൊണ്ടും നമ്മൾ കൊടുക്കുമ്പോൾ അവർ സമയം ഫ്രീ ആവുന്ന അനുസരിച്ചിട്ടാണ് അതെല്ലാം എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ അയച്ചു തരും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. അതിൻ്റെ എല്ലാം ലിസ്റ്റെല്ലാം നമുക്ക് അയച്ചു തരും കേട്ടോ. ഇന്ന് നമുക്ക് സ്ഥിരം ചെയ്യുന്ന ചേട്ടൻ അവിടെ ഇല്ല, ലീവായിരുന്നു. അപ്പോൾ ഷാജേട്ടൻ കൊണ്ടുപോയാലും എവിടെ കൊണ്ട് കൊടുക്കും, ആ പുള്ളിയുടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഏട്ടൻ വിളിച്ച പുള്ളിയുടെ പറഞ്ഞപ്പോൾ പുള്ളി ലീവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുറകെ പോയി, ഷാജേട്ടൻ അവിടെ നിൽക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പുറകെ പോയി ഞാൻ വാങ്ങിച്ചുകൊണ്ടൊന്ന് അവിടെ കൊടുത്തപ്പം അവിടെ നമ്മൾ അറിയാൻ പരിചയമുണ്ട്, പക്ഷേ മറ്റേ പുള്ളിയാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല പൊയ്ക്കോളൂ, ബില്ല് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഫ്രീ ആകുമ്പോൾ അവരടിച്ച് വയ്ക്കും. കാരണം അവർക്ക് നിറയെ വരുന്നുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ 25 ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കൊരു 5 ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 25 ഉണ്ടായിരുന്നു. അപ്പോൾ 25 അവർ ടൈപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് എടുത്തൊക്കെ വരുമ്പോൾ ഒരു സമയമാകും. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. അവർ സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്തിട്ട് ഉച്ചയ്ക്ക് മുന്നേ നമുക്ക് ഡീറ്റെയിൽസ് ഇട്ട് തരും, പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്യാം. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ കുളിക്കാൻ കയറുന്ന സമയം എന്ന് പറയുന്നത് 12 മണിയാണ്. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 12 മണിയാണ് ഞാൻ കുളിക്കാൻ കയറുന്ന സമയം. ഇനി വർക്കൗട്ടൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. അതിന് മുന്നേ ഷോൾഡർ ബെൻഡ് എക്സസൈസ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഞാനൊരു വീഡിയോ നോക്കിയാണ് ചെയ്യുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് സ്ട്രെയിൻ പോലെ തോന്നും. എങ്കിലും ഒരു 2-3 മിനിറ്റ് സമയത്തിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാവേ. ഫസ്റ്റ് എക്സസൈസ് നമ്മളിങ്ങനെ കൈ വച്ചിട്ട് ഇതൊരു 100 ടൈംസ് ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് 100 ടൈംസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൈ ഇതുപോലെ വച്ചിട്ട് ജസ്റ്റ് ഇതും 100 ടൈംസ് ചെയ്യാം. ഭയങ്കര സിമ്പിളാട്ടോ. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്ട്രെയിനായിട്ട് തോന്നും. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ ആക്കുക. ഞാൻ കാണിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് അതിൽ നോക്കി ചെയ്യാവുന്നതാണ്. അതൊരു ഷോർട്സ് ആണ്, ഒരു ജസ്റ്റ് 1 മിനിറ്റ് ഷോർട്സ്, 1 മിനിറ്റോ 2 മിനിറ്റ്സോ ഉള്ളൊരു ഷോർട്സ് ആണ്. അത് ഇട്ടേക്കാം, അത് നോക്കി ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഞാൻ കാണിച്ച എക്സസൈസ് ഇരുന്നിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇരുന്നിട്ടാണ് ചെയ്യാനുള്ളത്. പിന്നെ ഈ കിണിങ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വസ്ത്രയാണ്. പിന്നെ എന്താണ്, ഞാൻ ഈ ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ എക്സസൈസ് ഞാൻ പറഞ്ഞില്ലേ ഫേസ് ഫാറ്റിൻ്റെ എക്സസൈസ് ഇതിൽ കൂടെ ഇട്ടേക്കും. അപ്പം നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊരു 20 മിനിറ്റ്സ് ഉണ്ട്. അതിനിടയ്ക്ക് പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ടൊരു 30 മിനിറ്റ്സ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒക്കെ ചെയ്യുമ്പോൾ 2 വർക്കൗട്ടും അങ്ങ് ഒരുമിച്ചാവും. ഇത്രയാണ് എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളിലെ ഒരു 5 മണിയാകുമ്പോഴുള്ള കലാപരിപാടികൾ. ഇന്നിപ്പോൾ ഞാൻ കരുതി രാവിലെ വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് കുളിച്ച് അപ്പോൾ വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കാമല്ലോ, ഒന്ന് കിടന്നുറങ്ങാലോ എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ നടന്നില്ല കേട്ടോ. സോ ഞാൻ കുറച്ച് സമയം എൻ്റെ വർക്കൗട്ട് ചെയ്ത ശേഷം നമുക്ക് കാണാം കേട്ടോ. നല്ലതാട്ടോ, നമ്മുടെ ബോഡിക്കൊക്കെ ഒന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. നമ്മളെ ബോഡിയുടെ വെയിറ്റ് കുറഞ്ഞ പോലെ, വണ്ണം കുറഞ്ഞൊന്നല്ല, ഒന്ന് ലൂസായൊരു ഫീലും ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതേ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ കുളിക്കാൻ ഇങ്ങനെ നടക്കുകയാണ്. പറ്റുന്നില്ല, എന്തെങ്കിലും അതിനിടയ്ക്ക് കയറി വന്ന മണി 1:30 ഇപ്പോഴാണ് ഞാൻ കുളിച്ചിറങ്ങിയത്. സത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി പോലും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഞാൻ കുളിക്കാൻ 1:30 മണിയായി. ഭയങ്കര മഴ കേട്ടോ. മഴ വരും പോവും. ഞാൻ ഒരു കാര്യം കേൾപ്പിച്ചു തരാവേ, ഒരു മിനിറ്റ്. എന്താണെന്നുള്ളത് ഒന്ന് കേട്ട് നോക്കും, എന്നിട്ട് ബാക്കി ഞാൻ പറയാവേ. ഹായ്, മാമിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്.
ഞാനും എൻ്റെ മോളും ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മാമിൽ നിന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് പ്രൊഡക്റ്റിന് കാര്യമല്ല, പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ റിപ്ലൈ ജസ്റ്റ് എത്ര പെട്ടെന്ന്, കാരണം നമ്മൾ കാര്യം ഇടുമ്പോൾ തന്നെ അതിനുള്ള സ്പോൺസേഴ്സ് ആയിട്ട് നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാര്യമാണ്. മറ്റേതൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിനെ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അന്ന് നോക്കണമെന്നില്ല, പിറ്റേ ദിവസമായിരിക്കും നോക്കുക. എനിക്ക് യൂട്യൂബ് ചാനൽ വഴി കാണുന്നത് കൊണ്ട് അറിയാം എത്ര പ്രൊഡക്റ്റുകളാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് എന്താ പറയുക, സമയം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഓരോ കസ്റ്റമറും അത്രയും വിലപ്പെട്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം റിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്താ പറയുക, എനിക്ക് ഭയങ്കര പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്, ടീച്ചറാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് കാരണം നമുക്ക് ആദ്യമായിട്ടാണല്ലോ നമുക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ മെസ്സേജ് ഇട്ടു, അതിനുള്ള റിപ്ലൈ തന്നു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് അപ്പോൾ തന്നെ മോർണിംഗ് തന്നെ അത് ഓർമ്മയോട് കൂടി തന്നെ അതിന്റെ സാരിയുടെ ഇമേജസ് ഒക്കെ എനിക്ക് ഫോട്ടോ അയച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് എനിക്കൊന്ന് പറയണം തോന്നി കേട്ടോ. ഇതുപോലെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ. ഒരു മെസ്സേജ് വന്നാൽ ഞാൻ മാക്സിമം സെക്കൻഡിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ വസ്ത്രമൊക്കെ എനിക്ക് വന്ന ഒരു മെസ്സേജാണ്. മാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട്, ഞാനൊരു സ്മൈലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇപ്പം എനിക്ക് തറയിൽ നിൽക്കാനുള്ള നേരമില്ല. സത്യമായിട്ടും ഓണം സെയിൽ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുന്നേ മുതൽ ഞാൻ വസ്ത്രം ഭയങ്കര സീരിയസ് ആയിട്ട് കാണുകയാണ്. പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തോ ഒരു ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്നപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സമയം ഇല്ലെങ്കിലും സമയം തികയുന്നില്ലെങ്കിലും നമ്മൾ എന്തിലോ എൻഗേജ്ഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു പ്രത്യേക ഫീലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ വസ്ത്രയോട് ഭയങ്കര പ്രണയം കുറേ നാൾ കൊണ്ട്. അപ്പോൾ ഞാനൊരു മെസ്സേജ് വന്നാൽ ആ സെക്കൻഡ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒന്നുകിൽ ഞാൻ നോട്ടിഫിക്കേഷൻ ചില സമയങ്ങളിൽ കേൾക്കില്ല, അപ്പോഴുള്ളത് അറിയാം. പിന്നെ എന്തെങ്കിലും രാത്രി 11 മണിയൊക്കെ ശേഷം 10 മണിക്കൊക്കെ ശേഷം സൈലൻറ്റിലാക്കിയാൽ പിന്നെ റിപ്ലൈ ഉണ്ടാവില്ല. നമ്മുടെ ഇങ്ങനെ യാത്രയിലാണ് എങ്കിൽ ഫോണൊക്കെ സ്കൂട്ടറിൽ കിടക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റിപ്ലൈക്ക് ഡിലേ വരാറുള്ളൂ. ആരെന്ത് ചോദിച്ചാലും ഇപ്പം പ്രോഡക്റ്റ് ഇല്ല എങ്കിലും ഞാൻ സോൾഡ് ഔട്ട് കൊടുക്കും. പിന്നെ അവർ അതിൻ്റെ വില എത്രയാണ്, വരുമോ, റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇല്ലയെന്ന് ഒരു റിപ്ലൈ കൊടുക്കും. പിന്നെ വില എത്രയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതൊന്നും ഞാൻ റിപ്ലൈ. കാരണം ഒരു ദിവസം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അത് നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ച് പേര് അറിഞ്ഞ് അവരിൽ നിന്നിങ്ങനെ മെസ്സേജസ് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ ഫോൺ കൊണ്ട് മാത്രം ഇരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, അപ്പം നമുക്കത് നോക്കാം, അതിനെല്ലാത്തിനും റിപ്ലൈ കൊടുക്കാം, ചാറ്റ് ചെയ്യാം, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ നമ്മൾ അതിനൊപ്പം വീട്ടിലെ കാര്യം നോക്കണം, നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം നോക്കണം, എനിക്ക് വേദയുടെ കാര്യം നോക്കണം, പല 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 ഞാനൊരു അമ്മയാണ്, ഒരു മകളാണ്, ഒരു ബിസിനസ് എൻ്റർപ്രണറാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ഒറ്റ ഒരാളാ തലയിലാവുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റൊക്കെ നമുക്ക് സ്റ്റാഫോ കാര്യം ഒരു സ്റ്റാഫിനെ നിർത്തിയിട്ട് നീ ആ മെസ്സേജസ് എല്ലാം നോക്കണം, എല്ലാത്തിനും കറക്റ്റ് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. പക്ഷെ നമ്മൾ മാത്രം തലയിലാകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പല മെസ്സേജസും നമ്മളെ വീഡിയോസ് കണ്ട് സ്നേഹം കൊണ്ട് ഒരുപാട് പേര് ഇതിൽ വിശേഷങ്ങൾ ചോദിച്ച് മെസ്സേജസ് ഇടാറുണ്ട്. നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ബിസിനസ് സംബന്ധമായി എന്താ ഫോണിൽ ചോദിച്ചാലും ഞാൻ അതിന് കറക്റ്റ് പക്ക മറുപടി കൊടുക്കും. കാരണം ഞാനത് ബിസിനസ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ എൻ്റെ ആവശ്യമാണ് ആ ബിസിനസ് വളരുക, അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ സെയിലായി പോവുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, അല്ലാതെ അവരുടെ ആവശ്യമല്ല. ഞാൻ എടുത്ത സാരി 100 സൈറ്റിൽ 100 പേര് ഇട്ടിട്ടുണ്ടാവാം, ഞാനല്ലെങ്കിൽ വേറൊരാളെ നിന്ന് അവർക്ക് വാങ്ങാം, അതൊന്നും അവർക്ക് വിഷയമില്ല. പക്ഷേ എൻ്റെ സാരി എനിക്ക് സെയിലായി പോകണമെങ്കിൽ ഞാൻ കസ്റ്റമറോട് അങ്ങനെ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ആ വസ്ത്രം തുടങ്ങിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല പ്രോഡക്റ്റ്സ് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കും. ആർക്കും ഒരു ടെൻഷനും വേണ്ട. ആര് ഓർഡർ ചെയ്തിട്ടുണ്ടോ അടുത്ത വെരി നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ ഞാൻ ആ സാധനം പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തിരിക്കും. എനിക്ക് ഒരു അബദ്ധം അതിൽ പറ്റിയിട്ടുണ്ട്. ചീമയുടെ വളകാപ്പ് സമയത്ത് എനിക്കൊരു എൻക്വയറി വന്നു, ഓർഡർ ബുക്ക് ചെയ്തു. അപ്പോൾ വളകാപ്പ് സമയം നമ്മൾ വീഡിയോ എടുക്കുന്നു, അവിടെ എവിടെ നിൽക്കുകയാണ്, അപ്പോഴും ഞാനും മറുപടി അതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് പേയ്മെൻ്റ് എല്ലാം ആയി, നമ്പറും സേവ് ചെയ്തു. എന്നിട്ട് ഞാനത് വേറൊരു സെക്ഷനിലേക്ക് മാറ്റിയിടും കേട്ടോ. അത് ഞാൻ മാറ്റിയിടാൻ മറന്നുപോയി. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ആ മാം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് എന്തായി പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയോ എന്ന് ചോദിച്ചിട്ട്, ഡിസ്പാച്ച് ചെയ്തോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇതുവരെ അയച്ചില്ലല്ലോ. അപ്പം ഞാൻ മാമിൻ്റെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കറക്റ്റ് ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ അവർക്ക് സ്ലിപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഡിസ്പാച്ച് ചെയ്തു എന്ന് പറയും, മെസ്സേജ് ഇടും. ഇതൊന്നും ആ മാമിന് ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാമിന് ആ പ്രോഡക്റ്റ് അയച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ക്യാഷ് റീഫണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നാളെ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞു നാളെ അയച്ചു തരാം, ക്യാഷ് റീഫണ്ട് ചെയ്യാൻ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ നാളെ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ. ആ ഒരൊറ്റ അബദ്ധമാണ് വസ്ത്രം തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രോഡക്റ്റും ഞാൻ അടുത്ത വർക്കിംഗ് ഡേ തന്നെ ഞാനിവിടെ അവൈലബിൾ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ ആണെങ്കിൽ
നമ്മൾ സേലത്ത് പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ബുക്കിംഗ് വന്നു. അപ്പോൾ അത് അന്ന് എനിക്ക് അയക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ദിവസം നമ്മൾ പറയും നമ്മൾ ഇല്ല അടുത്ത ദിവസമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാര്യത്തിലൊക്കെ പക്കയാണ് കേട്ടോ. പ്രോഡക്റ്റും ഞാൻ എൻ്റെ മാക്സിമം നല്ലതാണ് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഓൺലൈനൊക്കെ വരുത്തി ഒരു 1-2 പ്രാവശ്യം വന്ന് അങ്ങനെ എനിക്ക് 1-2 വളരെ മോശം പ്രോഡക്റ്റ് തന്നെ കിട്ടി. പക്ഷെ അതെനിക്ക് സെയിൽ ചെയ്യാതിരിക്കാനും പറ്റില്ല. സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശും പോയി. വളരെ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ ആ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു പ്രോഡക്റ്റ് അത്രയും നല്ലതല്ല എന്നുള്ളത് പറഞ്ഞ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1-2 പോയി എടുക്കുന്നത് എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല. അത് ഞാൻ മാക്സിമം നല്ല ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒരുപാട് മെസ്സേജസ് വരും നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയിട്ട് അയ്യോ ശ്രീകുട്ടി എന്ത് രസമാണ് പ്രതീക്ഷിച്ചതിലും ഭംഗി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയിട്ട് അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർ ഞാനിപ്പോൾ ഒരു ഓൺലൈനിൽ നിന്നൊരു സാധനം വാങ്ങിയിട്ട് കാണുന്ന ഭംഗിയായിരിക്കില്ല ഇവിടെ വരുമ്പോൾ മിക്കവാറുള്ള സാധനങ്ങൾ വരുമ്പോൾ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നാക്കിയിട്ട് റിട്ടേൺ അയക്കേണ്ടി വരും. പക്ഷെ ആ കാണുന്ന സാധനം തന്നെ കറക്റ്റ് പക്ക അതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അതൊന്നും അവരങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കണ്ടതിനെക്കാട്ടി ഭംഗിയുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും മെസ്സേജ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അങ്ങ് കയറി പോകും കേട്ടോ, അങ്ങ് കയറി പോകും. അതുകൊണ്ടാണ് ഞാൻ വസ്ത്രം എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അതങ്ങ് മൂർക്കെ പിടിക്കാൻ നേരി. പക്ഷെ ആ കഷ്ടപ്പാട് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് തന്നെ ഇത് വലിയ സാധനം, ഒരു ഓർഗനൈസർ. നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊന്നും വയ്ക്കാൻ ഇപ്പോൾ സ്ഥലമില്ല. ഒരു വസ്ത്രം വന്നേ പിന്നെ ഇപ്പോൾ ഒന്നിനും ആ റൂമിലേ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ആ മേക്കപ്പ് സാധനങ്ങളും ആ മിററിൻ്റെ സൈഡിൽ വയ്ക്കാനായിട്ടൊരു ഓർഗനൈസർ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ പൊട്ടിക്കണം. അതിന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടടാ, സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം അല്ലേ ഗൈസ്. ഞാനും വേദയും കൂടി ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് അവസാനം അതിൻ്റെ ഡോറ് വെച്ചപ്പം എല്ലാം കൂടി അളവനല്ല, അത് കറക്റ്റ് സെറ്റല്ല. പിന്നീട് നോക്കിയപ്പം വയ്ക്കേണ്ടത് തിരിച്ചായിരുന്നു. ഞങ്ങൾ വെച്ചത് തല തിരിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒന്നേന്ന് ഇളക്കിയിട്ട് വീണ്ടും വയ്ക്കുകയാണ്. സംഭവം കൊള്ളാം, നിറയെ ഡ്രോയർ ഉണ്ട്, എൻ്റെ അത്ര ഹൈറ്റൊക്കെ ഉണ്ട്. ഞാനത് ഫൈനലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിക്കാവേ. പക്ഷേ ക്വാളിറ്റി വളരെ കുറവ് കേട്ടോ, പുവർ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണിത്. ഞാൻ നല്ല ഭംഗി കണ്ടിട്ട് എടുത്തതാണ്. ഒരു 1000 എബോവ് ആയിട്ട് ഇതിൻ്റെ വില. ഭംഗി കണ്ടെടുത്തതാണ്. ഫ്രണ്ടിൽ ആ പിക്ചറിൽ കണ്ട സെയിം സാധനം തന്നെയാണ്, പക്ഷേ ക്വാളിറ്റി വെരി പുവർ. നോക്കട്ടെ ഫാനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. പക്ഷെ നല്ല ഡ്രോയർ, നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഗൈസ് നിങ്ങൾക്കൊരു കോമഡി കാണണോ? അതെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇതിൻ്റെ പകുതി കാണാനില്ല. ഇത്രയേ ഉള്ളൂ. ഇതിനൊരു മൂടി വരും കേട്ടോ, ഇതുപോലൊരു സാധനം വരും. അത് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സൈഡിൽ വെക്കുന്നൊരു സാധനമില്ല. മാത്രമല്ല ഇത് ഭയങ്കര പുവർ ക്വാളിറ്റി, അടുക്ക മോശം പ്ലാസ്റ്റിക്. 1500 സംതിങ് ആയ സാധനമാണ്. ഭയങ്കര മോശം ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയക്കുകയാണ് സ്കൂളിൽ. വളരെ മോശം സാധനം. അപ്പോൾ എന്തായാലും ഇന്നിൻ്റെ വേറെ വിശേഷമൊന്നുമില്ല. ഏട്ടൻ പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ലഞ്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും കുക്ക് ചെയ്തില്ല. എൻ്റെ വേദം കൊണ്ട് ട്യൂഷന് ഇന്നിപ്പോൾ ഏട്ടൻ വേണമെങ്കിൽ ട്യൂഷന് കൊണ്ടാക്കാം. ട്യൂഷൻ സമയമായിട്ട് എത്തും തോന്നുന്നില്ല. എങ്കിലും ഞാനൊന്ന് കൊണ്ടാക്കാമെന്ന് കരുതി. എനിക്കൊന്ന് വെട്ടുകാട് വരെ പോകണം. വേദയ്ക്ക് അവിടെ ആയിരുന്നു ഡാൻസ് ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാണ്ട് പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഡാൻസ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വലിയ പോക്കലൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഇന്നിപ്പോൾ എന്തായാലും ഇനി എത്ര ഇതാണെങ്കിലും മുടക്കമാണെങ്കിലും ഞാൻ വേദയുടെ ട്യൂഷന് വിട്ടിട്ട് വെട്ടുകാടുമൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.